വള്ളി വലിക്കുന്നതിന് മുമ്പായിട്ടേ തണ്ണിമത്തം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുകളുണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ യെല്ലോ മഞ്ചാണ്. പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു ഓറഞ്ച് മഞ്ചുണ്ട്. ഈ ഓറഞ്ച് മഞ്ചും യെല്ലോ മഞ്ചും കൂടി തിരിച്ചറിയില്ല. ഇത് നല്ല ഡാർക്ക് ആയിരിക്കും. ഇത് നമ്മളെ സാധാ തണ്ണിമത്തൻ്റെ മാതിരിയുള്ളൊരു കളറായിരിക്കും. ഇതൊക്കെ ഓറഞ്ച് മഞ്ചാണ്. ഇത് ഓറഞ്ച് മഞ്ചാണ്. ഇത് ഓറഞ്ച് മഞ്ചും യെല്ലോ മഞ്ചും ഒക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് മഞ്ച് ചെറിയൊരു കൂരാണ്. അകത്തുണ്ടില്ല നല്ല കളറ്, നല്ല മധുരമുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം. ഇവിടെ നിന്നൊക്കെ ഇതേമാതിരി അറക്കാനുണ്ട്. അറുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ചാക്കിലുണ്ട്. നാടനാട്ടോ. നാടൻ തണ്ണിമത്തൽ ലാസ്റ്റ് വന്നുള്ളതൊക്കെയാണ്. അതാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ സീസണിലെ തണ്ണിമത്തം വിളവെടുപ്പ് കഴിഞ്ഞു. പിന്നെ അടുത്ത പരിപാടികൾ തുടങ്ങണം. തണ്ണിമത്തം വിളവെടുപ്പ് കഴിഞ്ഞെങ്കിലും ഷമാമുത കുറച്ചെണ്ണം അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇറാനി ഈ കണ്ടത്തിലെ വള്ളി വലിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇറാനി കിട്ടും. എന്നിട്ട് ഇറാനിയൊക്കെ എടുക്കാണ്ടില്ലേ എന്നിട്ടാ ഇതേപോലെ ഇറാനി അവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ കിടക്കുന്നുണ്ട്. എങ്ങനെയായാലും ഒരു 10-50 കിലോൻ്റെ അടുത്ത് ഇറാനിൻ്റെ നാട്ടിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നാടൻ തണ്ണിമത്തൻ തന്നെ ഇവിടെ ഇത്രത്തോളം കിട്ടി.